ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗാനിക് വളം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് ആൾ എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഒത്തിരി വളങ്ങൾ കൊടുക്കാറുണ്ട്. വളങ്ങൾ വാങ്ങാൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ എടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ ദൂരെ കളയുന്ന ഒരു സാധനത്തെ കൊണ്ട് 3 മെത്തേഡിൽ എങ്ങനെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാമെന്നാണ്. ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളിത്തോലാണ്. ഉള്ളിത്തോൽ നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ഇതിൽ ഒത്തിരി അളവിൽ പൊട്ടാഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ്യം അല്ലാതെ ഉള്ളിത്തോലിൽ കാൽസ്യം, മഗ്നീഷ്യം, അയൺ ഈ 3ഉം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഉള്ളിത്തോൽ വെറുതെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീയുമ്പോൾ അതിൻ്റെ വേരിൽ തട്ടിയിട്ട് ചെടിക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഫെർട്ടിലൈസറാക്കി കൊടുക്കാമെന്നുള്ളത് വീഡിയോ നേരെ കാണാം. അതുകൊണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രമാണോ പറ്റുന്നത് നല്ല അടപ്പുള്ള പാത്രം ആയിരിക്കണം കേട്ടോ, അതെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഉള്ളിത്തോലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന അളവിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. ഉള്ളി അതിൽ മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമുക്കിതൊരു 3 തൊട്ട് 5 ദിവസം വരെയൊക്കെ ഇതുപോലെ അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ. ഇനി എയർ പുറത്ത് പോവാത്ത രീതിയിൽ ഇതുപോലെ മൂടി വെക്കണം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നല്ലൊരു വളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ചിട്ട് നമുക്കിതിനെ അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ഉള്ളി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച പോലെ അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. വെള്ളം മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒരു ആറിയതിന് ശേഷം ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒഴിച്ച് കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ അല്ലാതെ പിന്നെ ഇതുപോലെ ഇങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 5 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ 6 മണിൻ്റെ ശേഷമാണ് ഈ വെള്ളം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ നല്ലത്. വൈകുന്നേരം അപ്പോഴാണ് നല്ല തണുപ്പിൽ അവർക്ക് അത് വലിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. വെയിൽ സമയമാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോകുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് എൻ്റെ തക്കാളി ചെടിക്കും എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നേർപ്പിച്ചിട്ട്. നല്ല കായ് വരാനും പൂവിടാനും ഒക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മഴ സമയത്ത് ഇത് ഒഴിച്ച് കൊടുക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. കാരണം അത് മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ വേസ്റ്റായി പോകും. അപ്പോൾ ഇങ്ങനെ മഴയില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ ഏറ്റവും നല്ലത്.
പിന്നെ ഉള്ളിത്തൊലി ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഇട്ട് കൊടുത്ത ചെടികൾക്ക് അതിൻ്റെ വേരിൽ അത് അവിടെ കിടന്ന് ചീഞ്ഞ് വേരിലൊക്കെ ഇൻഫെക്ഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്കിതുപോലെ സിറപ്പാക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും, പെട്ടെന്ന് വളരും ചെയ്യും കേട്ടോ. ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ചപ്പോടെ വളരുകയും നിറയെ പൂവുകളും കായ്കളും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുതിനച്ചെടി ആണിത് കേട്ടോ. പിന്നെ തക്കാളിയും പയറും എല്ലാം നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പയറാണ്. പയർ ഇത് കായൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാത്തിനും നല്ലൊരു വളമാണിത്. ഇനി ഞാൻ വേറൊരു മെത്തേഡും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് വെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് ഒഴിക്കുന്നതാണ് കാണിച്ചത്. ഇനി അടുത്ത മെത്തേഡ് എന്താന്ന് ഞാൻ കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഉള്ളിത്തൊലി നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് വെയിലിൽ വെച്ചിട്ട്. അതിൻ്റെ കൂടെ മുട്ടത്തോടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ വെച്ച ചായൻ്റെ വേസ്റ്റാണിത് കേട്ടോ, ചായപ്പൊടീൻ്റെ. അത് ഞാൻ ചായ അരിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് അതൊന്ന് കഴുകിയിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് എല്ലാം ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ നല്ല, ഇപ്പോൾ മറ്റേ ലിക്വിഡും ഇത് ഒരു 2-3 മാസമൊക്കെ 2-3 മാസമൊക്കെ അങ്ങനെ മൂടി നല്ല എയർ ടൈറ്റായിട്ട് മൂടിയൊക്കെ കേട്ടോ. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെടികൾക്കൊക്കെ അങ്ങ് തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കുക്കുംബർ ചെടിയാണിത് കേട്ടോ. ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മണ്ണെല്ലാം ഇളക്കി കൊടുത്ത് 1 സ്പൂണ് ചെടീൻ്റെ അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നല്ല വളമാണ്. ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, വളരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഒരു മെത്തേഡ് കേട്ടോ. ബാക്കിയുള്ളത് ഇതുപോലെ എയർ ടൈറ്റായിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു ഡപ്പയിലിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഇടയ്ക്ക് 10 ദിവസം കൂടുമ്പോഴൊക്കെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമായിരിക്കും. പിന്നെ ഫെർട്ടിലൈസർ നമുക്ക് ഇതുപോലെ ചെടികൾക്ക് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കീടബാധയോ കുരുടിപ്പോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല പച്ചപ്പോട് കൂടി വളരുകയും പിന്നെ കീടബാധ ഒന്നും ഉണ്ടാവില്ല. നല്ല പൂവും കായും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ബോട്ടിലിൽ ഓട്ട ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.